വെൽക്കം ടു ദ വേൾഡ് ടാലസ്റ്റ് ഹോട്ടൽ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ജവോറയിലാണ്. നാളെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറിയാ. കണ്ണടയൊക്കെ ഇട്ട് ചെറിയ ഷോയ്ക്ക് വേണ്ടി കാണിച്ചാണ് കേട്ടോ. അപ്പൊ നാളെ ഞങ്ങളുടെ 3rd ആനിവേഴ്സറി ആണ്. ഇന്ന് 12 മണിയാകുമ്പോൾ നമ്മളിവിടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അധികം ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയും പോകാനൊന്നും പറ്റാതിരുന്നപ്പോൾ ഞങ്ങൾ അവസാനം ഫൈനലായിട്ട് കൊണ്ടുവന്നൊരു പ്ലാനാണിത്. 10 വർഷത്തെ പ്രണയം, 3 വർഷത്തെ അടിപൊളി മാരേജ് ലൈഫ്, 3ാമത്തെ വർഷമാണിത്. 3ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം 3 വർഷത്തെ അടിപൊളി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് 3 വർഷം എൻ്റെ കൂടെ ഉള്ള ലൈഫ് എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കാം. ആണല്ലേ? പറ. 3 സൂപ്പർ ആണോ എന്നുവെച്ചാ? ഒന്നുകൂടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക് ഇട്ട് പറ. ഞാൻ അടിപൊളിയാണെന്നാണോ പറയുന്നത്? അപ്പൊ ഞങ്ങള് ഇന്ന് ഞായറാഴ്ച, ഇന്ന് 13-ാം തീയതി ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് ഭയങ്കര പനിയായിട്ട് ലാസ്റ്റ് വീക്ക് ഫുള്ള് പനിയാവുന്നത്. ഞാനൊരു 3 ദിവസം ലീവായിരുന്നു ഓഫീസിലൊന്നും പോവാതെ. നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ഞാൻ ഇന്നലെ പോയി അവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞ്, ഓഫീസിൽ നമ്മുടെ മാനേജറും നമ്മുടെ ഓണറും എല്ലാവരും പറഞ്ഞു, സ്റ്റാഫ് എല്ലാവരും പറഞ്ഞു വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. കാരണം എന്നെ കണ്ടിട്ട് അവർക്ക് അത്രയ്ക്ക് വിഷമം, കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പോയി വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ എടുത്തപ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആയത്. ഇന്ന് കുറച്ചുകൂടെ ബെറ്ററായി, കുറച്ചുകൂടെ നല്ല ബെറ്ററായി സാധാരണത്തെക്കാട്ടിൽ. അപ്പം ഇന്ന് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാം. ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഒരു ടൂർ പോലെ കാണിച്ചു തരാം. ഞങ്ങളാണെങ്കിൽ ആദ്യം 1 ബെഡ്റൂമാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അവർ പറഞ്ഞു വ്യൂ ഇല്ലാന്ന്. നമ്മളിവിടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നിക്കാണും നമുക്ക് നല്ല വ്യൂസ് ഒക്കെ വേണമെന്ന്. അതുകൊണ്ട് ഒരു ഹെലികോപ്റ്ററൊക്കെ പോകുന്നു, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ അപ്പം വ്യൂ ആണ് മുഖ്യം എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ പറഞ്ഞു നല്ലൊരു വ്യൂ ഉള്ള എടുക്കാം. പക്ഷേ സ്റ്റുഡിയോ ഉള്ളൂ. ഇത് 16th ഫ്ലോർ അല്ലേ? അല്ല, 64 ഫ്ലോർ. 16 അല്ല, 64 ഫ്ലോറിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, സ്റ്റുഡിയോയിലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ടൂർ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെന്താ, അപ്പം ഇതേ ഉള്ളൂ. നമ്മൾ പുറത്തോട്ട് പോകാനൊന്ന് റെഡി ആയതാണ്. അപ്പോഴാണ് ആനന്ദിന് ഒരു ക്ലൈൻറ്റ് മീറ്റിംഗ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മീറ്റിംഗ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആനന്ദിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റൂടെ കാണിച്ചു കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാം. അപ്പം എല്ലാവർക്കും ഒരു ടൂറിലേക്ക്, ഹോട്ടൽ റൂം ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 64ാമത്തെ നിലയിലാണ്, 6407 ആണ് നമ്മുടെ റൂം നമ്പർ. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു മിറർ കാണാം. ഇത് വേൾഡ് ടാളസ്റ്റ് ഹോട്ടലാണ്, ജവോറ, ദുബായിലാണ് വരുന്നത്. വരുമ്പോൾ തന്നെ ഈ സൈഡിൽ മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഷൂസ് ഒക്കെ വെക്കാൻ ഒരു റാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു പെയിന്റിങ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 ബെഡ്റൂം ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. പിന്നെ അത് സ്റ്റുഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു നമ്മൾ 1 ബെഡ്റൂമിൽ നല്ല വ്യൂ ഇല്ല. അപ്പം വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പം നമ്മൾ നല്ല വ്യൂ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റുഡിയോയിലോട്ടാക്കി, ഹൈ ഫ്ലോറിലാക്കി. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് നമ്മുടെ ബേസിക് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് ഈ സൈഡിലായിട്ട് നമ്മുടെ വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിൽ നമ്മുടെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്ടബ് ഉണ്ട്, മിറർ ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട്, എമർജൻസിക്ക് കോൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് പനിയായിരുന്നു കുറച്ച് ദിവസമായിട്ട്, സൗണ്ട് കുറച്ച് കിട്ടിയതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. കയറി വരുമ്പം ഈ സൈഡിലോട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുങ്ങാനൊക്കെ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഫി ഉണ്ടാക്കി കുടിക്കാനും ബാക്കിയുള്ള പൊടികളും എല്ലാം വെച്ചിട്ടുണ്ട്. ടോസ്റ്റും എല്ലാം വെച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്ത് കഴിക്കണമെങ്കിൽ ഇതാണ്. ഇതിനകത്ത് അറിയാലോ നമ്മുടെ ഗ്യാസ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ആണ് നമ്മുടെ വ്യൂ. വേൾഡ് ടോളസ്റ്റ് ഹോട്ടലിൽ നിന്നിപ്പോൾ കിട്ടുന്ന വ്യൂ ആണിത്. ഈ സൈഡിൽ ഇതാണ്. നമുക്ക് ആ സൈഡിൽ ബിൽഡിങ്സ് ആണ്, ഷേഖ് സായിദ് റോഡും അവിടെ മെട്രോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ 2 ഇതിട്ടിട്ടുണ്ട് ചെയർ. നമുക്കൊരു ഡെക്കറേറ്റീവ് ഒരു സ്പേസ് പോലെ ഇട്ടിട്ടുണ്ട്. സ്റ്റുഡിയോ അറിയാലോ. പിന്നെ നമ്മുടെ ബെഡ് വന്നിട്ടുണ്ട് റൂമില്. അത് കഴിഞ്ഞിട്ട് ഈ വ്യൂ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നോക്ക്, അടിപൊളി. പിന്നെ മെട്രോ സ്റ്റേഷൻ അടിയിലുണ്ട്, DIFC ആണ്. ഇത് DIFCയിലാണ് കേട്ടോ വരുന്നത്.
നമ്മുടെ പ്രൈസും ഒക്കെ നമ്മുടെ ഓരോ പ്രൈസ് ഒക്കെ ഓരോ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ മേക്ക് മൈ ട്രിപ്പിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ്. അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങി ലിഫ്റ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ലിഫ്റ്റ് വരാൻ കുറച്ച് ലേറ്റാണ്, കാരണം ഇന്ന് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലിഫ്റ്റ് വരാൻ വേണ്ടി. കാണാൻ ഇറങ്ങിയതാ. അനന്തിട്ട് ഐഡിയായിരുന്നു, നടന്ന് വെയ്യ. എന്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. വന്നിട്ടൊരു കാപ്പി ഇട്ട് കുടിക്കാന്ന് വെച്ച് കാപ്പി ഇടാൻ പോവാ. ഒരു കാപ്പി ഇട്ട് കുടിക്കാം. ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ഈവനിങ്ങിൽ അടിപൊളി വ്യൂ. അപ്പുറത്തെ സൈഡിലെ വ്യൂസ് കൂടെ ഞാൻ കാണിച്ചു തരാം. രക്ഷയില്ല. ഞങ്ങൾ കുറേ DFCയിലൊക്കെ നടന്ന് ഡൗൺ ടൗണിലൊക്കെ നടന്നിട്ട് കാലൊക്കെ വയ്യ. അത് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് എത്ര 7 മണി തൊട്ട് 11 മണി വരെയാണ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി പോവാം. ഇതൊരു രംഗണ്ണ ലുക്ക് കേട്ടോ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. എം ഫ്ലോറിലാണ് നമ്മുടെ എന്താ കിച്ചൺ. അപ്പം ജവോറ കിച്ചൺ, അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അപ്പം അങ്ങോട്ട് പോവാം. ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. നാളെ ഞങ്ങൾ ലീവാട്ടോ. ഞങ്ങൾ രണ്ടൊരു ലീവ് എടുത്തിട്ടുണ്ട്. അപ്പം നാളെ ഇവിടെ സ്റ്റേ ആയതുകൊണ്ട് ഓഫീസിൽ നമ്മൾ പോകുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ലീവായിരുന്നു, പനിയൊക്കെ പിടിച്ച്. വീണ്ടും എനിക്ക് പനി ഇതായി തുടങ്ങിയിരുന്നു. ഞാൻ ടാബ്ലറ്റ് ഒക്കെ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ പെട്ടെന്ന്. ഇതൊക്കെ ഫുഡ് ഞാൻ എടുത്തത് കുറേ ഉണ്ട് ഐറ്റംസ്. എനിക്കിതൊക്കെ മതിയായിരുന്നു, ഞാൻ ഇതൊക്കെ എടുത്തോളൂ കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. സെക്കൻഡ് വൈഫ്. ഫസ്റ്റ് വൈഫ് എന്നുള്ള പട്ട സെക്കൻഡ് രാമനോട് രാമനെ നല്ല ടേസ്റ്റ് അല്ലേ? നല്ല കേക്ക്. ചരിച്ചെടുത്തില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ടാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കുറേ നേരം നമ്മുടെ കൂടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പോയത്. അവർ പോയപ്പോഴത്തേക്ക് തിരിച്ച് റൂമിൽ വന്ന് നമ്മൾ ഫ്രഷ് ഒക്കെ ആയി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഫി കൂടിയിട്ടൊക്കെ കുടിച്ചു കേട്ടോ. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഫീവറിൻ്റെ ഒരു ഇത് മാറിയിട്ടില്ല. പിന്നെ ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിക്കേണ്ടി വന്നു. അല്ലെങ്കിലും ഏതെങ്കിലും ഒരു നല്ല ദിവസം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ പനിയോ എന്തെങ്കിലും ഒരു വയ്യായ്മ എവിടെ നിന്നെങ്കിലും കയറി വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അതിന് മുമ്പ് ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയിൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ബെറ്ററായി. അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇന്ന് എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു. കാരണം രാത്രി കിടക്കാൻ നേരത്തെ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കോഫി ഇട്ട് കുടിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി തിരിച്ചു വന്നു. പിന്നെ കുറേ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എക്സ്പ്ലോർ ചെയ്തു. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ നമ്മൾ ചെക്കൗട്ട് വരുന്ന 1 മണിക്കാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്നു ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ആനിവേഴ്സറി അങ്ങനെ അല്ലാതെ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ആയിട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല, വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും പോകുന്നതൊക്കെ നല്ലതായിരിക്കും. ഭയങ്കര അടിപൊളി, ഒരു മൈൻഡ് ഭയങ്കര പീസ് ആയതുപോലെ നമുക്ക് തോന്നും കേട്ടോ. അടിപൊളിയായിരുന്നു. ഇന്നലെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്. ഞാൻ പറഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരമൊക്കെ ഇരുന്നിട്ട് രാത്രിയൊക്കെ ആയപ്പോഴാണ് പോയത്. പിന്നെ നമ്മൾ നന്നായി
പിന്നെ നമ്മൾ വിചാരിച്ചു കരാമയിൽ പോയി ലഞ്ച് കൂടെ കഴിച്ചിട്ട് പോകാം. അങ്ങനെ കഞ്ഞിക്കടയിൽ വന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഫീവർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്. കുറച്ചൊരു ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടും കുറച്ചൊരു അസ്വസ്ഥയാണ്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ആയിട്ട് ഡിസ്കവറി ഗാർഡൻസ് അത് കുറച്ച് നേരം ഉറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകുമ്പോ അപ്പൊ ഇവര് ഡിന്നർ കുക്ക് ചെയ്ത് ഗീതു റോണി. അപ്പം ആനിവേഴ്സറി കഴിയാറായി, ഇനി വീട്ടിൽ പോവാം. തമാശയാണ്. എങ്ങനെ ഇവിടെ വീഡിയോ